ഈ രണ്ട് ബ്രഷ് കണ്ടോ, ഈ രണ്ട് ബ്രഷിന് വേണ്ടിയിട്ട് ഓൾറെഡി മൊത്തം മാറണമെന്നൊക്കെ പറഞ്ഞ വണ്ടിയാണ്ടത്. ഇത് വണ്ടി നമുക്ക് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് കിട്ടിയ വണ്ടി. അപ്പോൾ അവരെന്തോ ബ്രേക്ക് ഡൗൺ ആരോ നോക്കിയപ്പോഴത്തേക്കും ഓൾറെഡി അസംബ്ലി മാറ്റേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്, നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈ രണ്ട് ബ്രഷ് മാത്രം മാറ്റിയപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് ഓക്കെ. നമ്മുടെ റെഗുലർ ഓൾട്ടർനേറ്ററിനകത്ത് വരുന്ന രണ്ട് ബ്രഷുണ്ട്. അപ്പോൾ ഈ ബ്രഷ് നമ്മൾ എന്താ കഴിഞ്ഞാൽ ബാറ്ററിലോട്ട് ചാർജ് കയറില്ല. അതുപോലെ തന്നെ ചാർജ് കയറില്ല എന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോവും. പിന്നെ കുറച്ച് ഓടി കഴിഞ്ഞാൽ വണ്ടി ഓഫായിപ്പോവും. പിന്നെ ഓഫാക്കി വേണ്ടി സ്റ്റാർട്ട് ആവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം വരുന്നത് കേട്ടോ. ഇത് ഇത്രയും നീളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ബ്രഷിന് ഇത്രയും നീളമൊക്കെ ഉണ്ടാവും. ഇത്രയും തേഞ്ഞു പോയേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബ്രഷ് മാത്രമേ നമുക്ക് മേടിച്ചിട്ട് മാറ്റി നമുക്ക് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി റിപ്പയർ ഒക്കെ ചെയ്ത് റെഡിയാക്കി വണ്ടി വിട്ടിട്ടുണ്ട്. കസ്റ്റമർ വണ്ടി കൊണ്ടുപോയി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വലിയ ചിലവൊന്നും വരില്ല. 12,000 സംതിങ് എന്ന് വന്നിട്ടുള്ളത്. മൊത്തം നമ്മുടെ ലേബറും എല്ലാം കൂടെ ബ്രഷും എല്ലാം കൂടെ 2,000 2,200 വന്നിട്ടുണ്ടോ. അത്രയുള്ള പണി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓൾട്ടർനേറ്റർ ഈ രണ്ട് ബ്രഷ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റർ മാറ്റണം എന്നൊക്കെ പറഞ്ഞേട്ടാ. അപ്പോൾ ഓൾട്ടർനേറ്റർ ഒന്നും മാറ്റിയില്ല, റിപ്പയർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സർവീസിനെ കയറ്റുമ്പോൾ ഒരു 1 lakh ബോഡി വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റർ ഹെൽത്ത് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ. ഓൾട്ടർനേറ്റർ ഹെൽത്ത് ചെക്ക് എന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ബ്രഷൊക്കെ പോയതായിരിക്കും. അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രഷൊക്കെ മാറ്റേണ്ട ഒരു വഴിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓൾട്ടർനേറ്റർ ചെക്ക് ചെയ്ത് വയ്ക്കുമോ. ഇതുപോലത്തെ ബ്രഷൊക്കെ ആയിരിക്കും ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ബ്രഷ് മാത്രം മാറ്റി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഓക്കെ കേട്ടോ.